അമേരിക്കയിൽ പുത്തൻ ആത്മീയ ഉണർവിന്റെ അഗ്നിയിറക്കി ദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസിന് ഇൻഡ്യാനാപോളിസിൽ പ്രൗഢോജ്വല തുടക്കം. നാൽപ്പതിനായിരത്തോളം വിശ്വാസികൾ പങ്കെടുത്ത വികാരനിർഭരമായ ദിവ്യകാരുണ്യ ആരാധനയോടെ ആരംഭിച്ച ദിവ്യകാരുണ്യ കോൺഗ്രസിൽ 1000-ലധികം വൈദികരും 200 ബിഷപ്പുമാരും കർദിനാൾമാരും ഉണ്ട്. മലയാളികൾ ഉൾപ്പെടെ 19 വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരാണ് ഒരേ വേദിയിൽ ദിവ്യകാരുണ്യനാഥനോടൊപ്പം തങ്ങളുടെ വിശ്വാസത്തിന്റെ സജീവ പ്രഘോഷണത്തിനായി ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. 83 വർഷങ്ങൾക്ക് ശേഷം നടത്തപ്പെടുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസ് കത്തോലിക്ക വിശ്വാസത്തിന്റെ കേന്ദ്രബിന്ദുവായ പരിശുദ്ധ കുർബാനയിലെ യേശുവിന്റെ ജീവിക്കുന്ന സാന്നിധ്യം തിരിച്ചറിയുന്നതിനും വിശ്വാസ പാരമ്പര്യങ്ങളിലേക്ക് അമേരിക്കയിലെ സഭ നയിക്കപ്പെടുന്നതിനും കാരണമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ജൂലൈ 17-ന് ലൂക്കാസ് ഓയിൽ സ്റ്റേഡിയത്തിൽ ആരംഭിച്ച ദിവ്യകാരുണ്യ സംഗമം ജൂലൈ 21 ഞായർ വരെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ദിവ്യകാരുണ്യ നവീകരണത്തിന്റെ 3 വർഷത്തെ ആത്മീയ പദ്ധതികളിലെ നാഴികക്കല്ലായി വിശേഷിപ്പിക്കപ്പെടാവുന്ന നിർണായക നിമിഷങ്ങൾക്കാണ് ഈ ദിവസങ്ങളിൽ അമേരിക്ക സാക്ഷ്യം വഹിക്കുന്നത്. പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുകയും ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആഴവും ശ്രേഷ്ഠതയും തിരിച്ചറിയുകയും ചെയ്യാൻ ലക്ഷ്യമിക്കുന്ന ഈ ദിവസങ്ങളിൽ അമേരിക്കൻ സഭ ഒരു പുതിയ പെന്തക്കുസ്ത അനുഭവത്തിലേക്ക് നയിക്കപ്പെടുന്ന ആത്മീയ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതേസമയം ജൂലൈ 20-ന് അമേരിക്കയിലെ ദിവ്യകാരുണ്യ കോൺഗ്രസ് വേദിയിൽ സീറോ മലബാർ ആരാധനാക്രമത്തിൽ ദിവ്യബലി അർപ്പിക്കപ്പെടും എന്നത് ആഗോള സീറോ മലബാർ സഭയ്ക്ക് അഭിമാനകാരണമായി മാറിയിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.